വെൽക്കം ടു ജോലിസ് കുലീന. ഇന്ന് ഞാൻ ബീഫും സോയ ചങ്ക്സും കൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. അപ്പോൾ ബീഫ് സോയ ചങ്ക്സ് തോരത്തിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയാണ്. പിന്നെ 1 മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾ, മുളക് പൊടി, ഏകദേശം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഏകദേശം 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് തോരത്തിന് അരയ്ക്കുന്നത് പോലെ അരച്ചെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഏകദേശം മസാലയെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിലേക്കാണ് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കേണ്ടത്. ഏകദേശം 200 ഗ്രാം ബീഫാണ് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടെ തന്നെയാണ് അടുത്തത് നമ്മൾ സോയ ചങ്ക്സ് വേവിച്ച് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് മസാലയിലേക്ക് പ്രത്യേകം ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. ഇതിപ്പോൾ ബീഫിൻ്റെ വെള്ളം ഇതിലുള്ളത് കൊണ്ട് മസാലയൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ഈ ബീഫിൽ പിടിച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ബീഫ് ചങ്ക്സ് തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.